ഡോക്ടർ സൗമ്യ രമണൻ, പീഡിയാട്രിക് കാർഡിയക് സർജൻ, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം. കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ഡിഫക്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബ്ലൂ ബേബി അല്ലെങ്കിൽ ടെട്രോളജി ഓഫ് ഫാലോ എന്ന കണ്ടീഷനെ പറ്റിയാണ്. എന്താണ് ബ്ലൂ ബേബി എന്ന് വിളിക്കുന്നത്? കരയുമ്പോൾ നീല കളർ ആവുന്ന കുട്ടികളെയാണ് നമ്മൾ ബ്ലൂ ബേബീസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മെഡിക്കൽ ടേം അല്ലെങ്കിൽ ടെക്നിക്കൽ ടേം ടെട്രോളജി ഓഫ് ഫാലോ എന്നാണ്. എന്താണ് ഈ അസുഖം? നമുക്കറിയാം, ഹാർട്ടിൽ 4 അരകളുണ്ട്. അതിൽ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ തമ്മിൽ ഒരു ഹോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഇതുകൂടാതെ ടെട്രോളജി ഓഫ് ഫാലോ എന്ന കണ്ടീഷനിൽ ലങ്സിലേക്ക് ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തഓട്ടം കൊണ്ടുപോകുന്ന രക്തധമനി ചുരുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അശുദ്ധ രക്തം ലങ്സിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഇംപ്യൂർ ബ്ലഡും പ്യൂർ ബ്ലഡും ഹാർട്ടിലെ ഹോള് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. അപ്പോൾ കുട്ടികളിൽ ഇത് എങ്ങനെ കാണാൻ പറ്റും? അതാണ് കരയുമ്പോൾ നീല കളർ ആവുന്ന സിംറ്റം കാണിക്കുന്നത്. ചില കുട്ടികളിൽ ഇതൊരു എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കണ്ടീഷൻ സ്പെൽ എന്ന് നമ്മൾ പേര് വിളിക്കുന്നതാണ്. കുഞ്ഞ് കരയുമ്പം നീല കളറാകും, പിന്നെ പെട്ടെന്ന് ഓർമ്മയില്ലാണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് കുട്ടികളെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരും. ഇതിന് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടി വരും. കുഞ്ഞുങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നവരെ കുഞ്ഞിൻ്റെ കാല് മടക്കി പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇതൊന്നും ഇല്ലാണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ ആകാണ്ട് കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന് സാച്ചുറേഷൻ നോക്കേണ്ടി വരും. കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ഫെമിലിയറായ ഒരു ടെസ്റ്റാണ് പൾസ് ഓക്സിമീറ്റർ. അപ്പോൾ ഈ ഒരു പൾസ് ഓക്സിമീറ്റർ വെച്ച് വീട്ടിലെ കുട്ടികൾക്ക് സാച്ചുറേഷൻ നോക്കുക. അത് 90% കുറവാണ് എങ്കിൽ കുഞ്ഞിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ഹാർട്ടിൻ്റെ എക്കോ ടെസ്റ്റ് ചെയ്യണം. ചികിത്സിച്ചാൽ പൂർണ്ണമായി ശരിയാകുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് എത്രയും ജാഗ്രതയോടുകൂടെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ കണ്ടുപിടിക്കുക, നേരത്തെ ചികിത്സിക്കുക.